എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായാസ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് തിരുവോണം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്നുള്ളതാണ്. 1201 ആണ്ട് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം തിരുവോണം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Eight of Cups, Chariot, Eight of Pentacles, Queen of Cups, the Wheel of Fortune, Four of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 8 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞുപോയ കാലത്തിൽ തങ്ങി നിൽക്കാതെ ജീവിതം മുന്നോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാനായിട്ട് തീരുമാനിക്കുക, ശ്രമിക്കുക എന്നുള്ളതല്ല, മുന്നോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ അത് ശ്രമം എന്നുള്ളത് വിജയമാവാം അല്ലാതാവാം, പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോയേ പറ്റൂ എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോവാം. യു ഹാവ് ടു മൂവ് ഫോർവേഡ്. അതാണ് പലരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില ആളുകളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് ബന്ധങ്ങളിൽ നിന്ന്, സൗഹൃദങ്ങളിൽ നിന്ന്, ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ ഒത്തിരി തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ ഇവിടെ ജീവിതം അവസാനിച്ചു, ഇനിയൊന്നുമില്ല എന്നുള്ള ചിന്തയിൽ ഇപ്പോഴും ആ പഴയ കാലത്തിലെ ഭംഗിയുള്ള അതായത് ഓർമ്മകളിൽ, നല്ല ഓർമ്മകളിലേക്ക് പോയി എപ്പോഴും ഇനി അത് എപ്പോഴെങ്കിലും തിരിച്ചു വരാമെന്നുള്ള ചിന്തയിലാവാം. കാരണം ഇവിടെ പല ആളുകളും ഒരു റീകൺസിലേഷൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ആ വ്യക്തി ഇനിയും തിരിച്ചു, അതായത് ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുള്ളതാണ്, അവരെന്നായാലും തിരിച്ചു വരുമെന്ന് ചിന്തിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ അവർ പോയതാണ്, അവരിനി തിരിച്ചു വരില്ല എന്നുള്ളൊരു ഇതിൽ മുന്നോട്ടേക്ക് പോവുക. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരാളുടെ ആ വ്യക്തി നിങ്ങളെ പ്രണയിച്ചിരുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ വിവാഹം കഴിച്ച ആളായിരിക്കാം, മറ്റൊരാളോടൊപ്പം അവരുടെ പുതിയ ജീവിതം തുടങ്ങിയിട്ടുണ്ടാവാം. എന്നിട്ടും നിങ്ങൾ ആ വ്യക്തി എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് ചിന്തിക്കുന്നത്, അത് നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ആളുകൾക്ക് അത് പറ്റാത്തതായിട്ടൊന്നുമില്ല. നിങ്ങളെ അവിടെ കൊളുത്തിയിട്ടിരിക്കുന്നതാണ്. അത് നിങ്ങൾ ആ കൊളുത്തിൽ നിന്ന് നിങ്ങൾ മുമ്പോട്ടേക്ക് പോവുക, അവിടെ കൊളുത്തി കിടക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്. പക്ഷെ അത് നിങ്ങൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് മാർഗത്തിലൂടെ പോയാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുക. ചില ആളുകൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കുക, എന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട്, ഇതുപോലുള്ളൊരു എന്തെങ്കിലും അസോസിയേഷനോ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് പോകാം. മറ്റു ചിലർ എന്തെങ്കിലും ഹോബീസ് കാര്യങ്ങൾ, അതായത് നിങ്ങൾക്കൊരു നല്ലൊരു സൗഹൃദം തുറന്ന് സംസാരിക്കാനുണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അത് സഹായകരമാണെന്ന് തോന്നുന്നവരാണെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഓർഗനൈസേഷൻസോ അതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അല്ലാതെ അവിടെ നിൽക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ അവിടെ നിൽക്കും. ആ ഒരു വ്യക്തി ലൈഫിൽ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു, അത് മനസ്സിലാക്കുക. ദർ ഈസ് നോ റീകൺസിലേഷൻ. അതാണ് ഇവിടെ പറയാനുള്ളത്. ചാരിയറ്റ് എനർജിയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞത് ഒന്നും കൂടി കൺഫേം ചെയ്യുന്ന എനർജി. മുന്നേറ്റം, മുന്നോട്ടേക്ക്. ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടത് സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ സ്ഥിരത ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുക. അപ്പോൾ വളരെ നല്ലൊരു വർഷമാണ് ഈ വർഷം. പലരെ സംബന്ധിച്ച് വിവാഹമോചനം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഒക്കെ നടന്നിട്ടുള്ളവരെ സംബന്ധിച്ച് പുനർവിവാഹം, പുതിയൊരു ജീവിതം, ഇതിനൊക്കെയുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ വരുന്നുണ്ട്. അത് തട്ടിക്കളയാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ആലോചിച്ച് കരഞ്ഞിരിക്കുന്നത്, അവരവരുടെ ജീവിതത്തിൽ മുന്നേറിക്കഴിഞ്ഞു. അപ്പം അത് മനസ്സിലാക്കുക. എപ്പോഴും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്തിക്കാതിരിക്കുക. അതിൻ്റെ ഒരു മിഡിൽ പാത്ത്, ഒരു ഗ്രേ ലൈൻ ഉണ്ട്. അതിൽ ലൈഫിൽ എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കാം. പിന്നെ നിങ്ങൾ ജോലി മാറുന്നത് ചിലപ്പോൾ ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക്. കാരണം ചില ആളുകൾ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്, ഒരിടത്തായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരിടത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എവിടെയാണോ ആ സ്ഥലത്ത് നിന്ന് തന്നെ മാറാം, മറ്റൊരു സ്ഥലത്തേക്കോ മറ്റൊരു രാജ്യത്തേക്കോ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കംഫർട്ട് സോൺ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയില്ല, അതിൽ ഇങ്ങനെ താല്പര്യമില്ല എന്ന് പറയുന്ന ചില ആളുകൾ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഞാൻ അവിടെ എങ്ങനെയാണ് എന്താണ് എന്ന് സ്വയം ഒരു വിശ്വാസമില്ലാത്തത് കൊണ്ടും സംശയമുള്ളത് കൊണ്ടുമാണ്. അത് താല്പര്യക്കുറവല്ല, മറിച്ച് നിങ്ങൾക്കുള്ള വിശ്വാസമില്ലായ്മയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. താല്പര്യക്കുറവല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ ശ്രമിക്കുക. മറ്റൊരു ദൂരദേശത്തേക്കോ, ഇന്ത്യയിൽ തന്നെ ആണെങ്കിലും മറ്റു സംസ്ഥാനത്തേക്കോ മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ
ഏതൊരു സംസ്ഥാനത്താണോ ഉള്ളത് അവിടെ തന്നെ കുറച്ച് ദൂരത്തേക്ക് ഒരു 1-2 മണിക്കൂർ ഒരിടത്തേക്ക് മാറുന്നതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഒന്ന് പറയാനുള്ള വാഹനം വാങ്ങിക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് അറിയാത്തവരാണെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നു, വാഹനം വാങ്ങിക്കുന്നു, ഇതൊക്കെ ഒരു തൃപ്തികരമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഇപ്പോൾ ഈ ഒരു എനർജി 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി സൂചിപ്പിക്കുന്നത് പലതും പഠിക്കേണ്ടതുണ്ട്. ഇനിയും പല സ്കിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി സൂചിപ്പിക്കുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവ് ആകാണ്. പല കാര്യങ്ങൾ പഠിച്ചെടുത്ത് പഴയ നിങ്ങളിൽ നിന്ന് പുതിയൊരു നിങ്ങളായിട്ട് മാറുകയാണ്. ചില കാര്യങ്ങൾ ലൈഫിൽ ഫൈനലൈസ് ചെയ്യുന്നൊരു സമയം എന്ന് പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സക്സസ്, ഗ്യാരൻറ്റീഡ് സക്സസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഇതെടുത്താൽ ഇത് പഠിച്ചാൽ പ്രയോജനം ഉണ്ടാവുമോ. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രയോജനം ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ അതേപോലെ പ്രൊമോഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷൻ ടെസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ചില സിറ്റുവേഷനിൽ എന്തെങ്കിലുമൊക്കെ ഇളവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഇളവുകൾ ഉണ്ടാകുന്ന സമയമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് അറിയുന്ന ആളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാകാതെ പോകുന്നത് നിങ്ങൾക്ക് ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെയല്ല. പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഒന്നിനെയും പേഴ്സണലായിട്ട് എടുക്കേണ്ട, അവരോട് ചോദിച്ചു, അവർക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾ ട്രെയിനിങ്, ഇൻറ്റേൺഷിപ്പ് പോലുള്ള കാര്യങ്ങളുടെ സമയമായിട്ട് കാണിക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ പലതും പഠിക്കുന്നു. ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് കൂടാതെ മറ്റെന്തെങ്കിലും കോഴ്സ് സൈഡായിട്ട് ചെയ്യുന്നു എന്നുള്ളതുമാവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്യൂൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. പ്രണയം, സൗഹൃദം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിവാഹം നടക്കാനുള്ള സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുന്നതാവാം. ചില ആളുകൾക്ക് പ്രപ്പോസൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ അറേഞ്ച് മാരേജ് രീതിയിലാവാം. അതല്ലെങ്കിൽ ഒരാൾ നിങ്ങളോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആവാം. അപ്പോൾ ഓൾറെഡി പ്രണയത്തിലായിട്ടുള്ള ചില ആളുകളെ സംബന്ധിച്ചൊരു പ്രപ്പോസൽ, അതായത് നിങ്ങൾ ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ലാത്തവർ, പ്രണയമാണ്, റൊമാൻറ്റിക് രീതിയിൽ വിൽ യു മാരി മീ ആ ഒരു ഇതിലേക്ക് ചിന്തിക്കുന്നവർ, ഒരു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ലോകത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഏതെങ്കിലും ഇടത്ത് ചെന്നിട്ടുള്ള ഒരു റൊമാൻറ്റിക് പ്രപ്പോസൽ കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു രീതിയിലൊരു പ്രണയം നിങ്ങളോട് ഒരാൾ പറയാനുള്ളൊരു സാഹചര്യം ചില ആളുകൾ അത് സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളിപ്പോൾ ജോലി ഇല്ലാത്ത ആളുകൾക്ക് പുതിയ ജോലി കിട്ടാം. ഓൾറെഡി ജോലിയുള്ളവർക്കും അതിനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ജോലി ഇല്ലാത്തവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വീട്ടമ്മയാണോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റിട്ടയർ ചെയ്തു, ഇനി പുതിയ ജോലിയിലേക്ക് അങ്ങനത്തെ ഒരു സാധ്യത ഇല്ലാതെ നിൽക്കുന്നവർ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സമയം കാണിക്കുന്നുണ്ട്. അതേപോലെ പ്രായമായി, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഇത് ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള പല ന്യായങ്ങളും ചിന്തിക്കുന്നവർക്ക് ആ ഒരു രീതിയിലെ ചിന്തകളൊക്കെ അകറ്റി ലൈഫ് ഇനിയും സമയമുണ്ട് മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളത് മനസ്സിലാക്കി ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന അവസരം ഈ ഒരു വർഷം തരുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു, സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു വർഷമാണ്. വിവാഹ നിശ്ചയം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാഹചര്യം ഈ ഒരു വർഷക്കാലം സൂചിപ്പിക്കുന്നുണ്ട് പലരെയും സംബന്ധിച്ചിടത്തോളം. അതുകൂടാതെ കുടുംബം വളരെയധികം കുടുംബത്തിന് വളരെ പ്രാധാന്യമുള്ള സമയമാണ്. പിന്നെ നിങ്ങളുടെ വീട്, നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു ആശയം മനസ്സിലുള്ളവർക്ക് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുന്നത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി തൃപ്തിയാണ് ലൈഫിൽ. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു എനർജി ഓഫ് 4 ഓഫ് വൺസ് എനർജി സൂചിപ്പിക്കുന്നത് സ്ഥിരതയാണ്. അപ്പോൾ ലൈഫിലൊരു സ്ഥിരത ഉണ്ടാകുന്നു എന്നുള്ളതിലേക്കാണ്. നിങ്ങൾ ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ പൊതുവെ കുറച്ച് നിരാശാകാമുകർ, അല്ലെങ്കിൽ നിരാശ നിറഞ്ഞൊരു സാഹചര്യം, ഡിപ്രഷൻ, ആങ്സൈറ്റി കൂടുതലുള്ള ആളുകളാണെങ്കിൽ ലൈഫ് മുന്നോട്ടേക്ക് പോകും തോറും നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരികയാണ്. നിങ്ങൾ ഒറ്റപ്പെടലിൻ്റെ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് ആരുമില്ല, സുഹൃത്തുക്കൾ, പ്രണയം, ബന്ധം ഇല്ലാതിരുന്ന അതിൽ നിന്ന് ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ നിങ്ങളെ
എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ചില ആളുകൾ വിവാഹം കഴിയുന്നു, മറ്റു ചിലർ പ്രണയത്തിലാവുന്നു, ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.